അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം 26 അധ്യായം 3 വാക്യം നമുക്ക് വായിക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. NLT ഇംഗ്ലീഷ് ബൈബിൾ വേർഷനിൽ ഇതേ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്: യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ് ഓൾ ഹു ട്രസ്റ്റ് ഇൻ യു, ഓൾ ഹൂസ് തോട്ട്സ് ആർ ഫിക്സഡ് ഓൺ യു. യഹോവയിൽ ആശ്രയിച്ച് തങ്ങളുടെ ചിന്താകുലങ്ങളെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുന്നവരെ യഹോവ ശാശ്വത സമാധാനം നൽകി സംരക്ഷിക്കും എന്ന് സാരം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് നാം ഓർക്കണം. ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ശാശ്വത സമാധാനം എവിടെ നിന്ന് ലഭിക്കും എന്ന് അന്വേഷിച്ചുകൊണ്ട് അനേകർ തങ്ങൾക്കുള്ള ചെറിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അലയുകയാണ്. ശാശ്വത സമാധാനത്തിനായി നാം ആദ്യം ചെയ്യേണ്ടത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്നതാണ്. ദൈവത്തോടും മനുഷ്യരോടും നാം നിരപ്പ് പ്രാപിക്കണം. പാപം നമ്മെയും ദൈവത്തെയും തമ്മിൽ ശത്രുക്കളാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ ദൈവം പാപത്തിന് പരിഹാരം വരുത്തുവാൻ തൻ്റെ ഏകജാത പുത്രനായ യേശുവിനെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര യാഗത്തിനായി ഭൂമിയിലേക്ക് അയച്ചു. യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് യാഗമായി തീർന്നു. നാം യേശുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുകയും അവൻ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണെന്ന് അംഗീകരിക്കുകയും ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ നമ്മുടെ ഹൃദയം ദൈവസമാധാനത്താൽ നിറയപ്പെടും. ആ സമാധാനം നമ്മിൽ നിറയ്ക്കുന്നത് സമാധാന പ്രഭു എന്നും പേരുള്ള സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവരി ക്രൂശിൽ അതിവേദന അനുഭവിക്കുമ്പോൾ ക്രൂശിക്കപ്പെടുന്ന വ്യക്തികൾ തങ്ങൾ ഉപദ്രവിക്കുന്നവരെ ശപിക്കുക പതിവാണ്. എന്നാൽ സഹിക്കുവാൻ കഴിയാത്ത വേദനയിലും യേശു തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവൻ സമാധാന പ്രഭുവാണെന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5 അധ്യായം 20 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയത്: ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നമ്മെ നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നമുക്ക് വേണ്ടി പാപിയും ശാപഗ്രസ്തനും ആക്കി. പുത്രൻ്റെ അനുവാദത്തോടു കൂടെ മാത്രമാണ് പിതാവ് അത് ചെയ്തത്. ദൈവത്തോട് നാം നിരക്കുവാൻ പുത്രനായ യേശുവിന് മറ്റു വഴിയില്ലാത്തതിനാൽ അവൻ സ്വയം നമുക്ക് വേണ്ടി പാപിയും ശാപഗ്രസ്തനുമായി തീർന്നു. നാം പാപത്തെ വെറുക്കാതെ ഇരുന്നാൽ നമ്മുടെ പിതൃത്വം സാത്താനിൽ ചെന്ന് ചേരുന്നു. സമാധാനം നമ്മിൽ നിന്നും എടുത്തു കളയുന്നവനാണ് സാത്താൻ. എന്നാൽ നാം പാപം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് സ്നാനം വാങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മുടെ പിതൃത്വം സൃഷ്ടാവായ ദൈവത്തിൽ ചെന്ന് ചേരുന്നു. ദൈവം തൻ്റെ ശാശ്വത സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്നു. യേശു പറഞ്ഞു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനം അല്പം സമയത്തേക്ക് മാത്രം ഉള്ളതാണ്. ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ, സഹായിക്കുമെന്ന് ചിന്തിച്ചവർ മുഖപരിചയം പോലും കാണിക്കാതെ മാറി കടന്നു പോകുമ്പോൾ, നാം രോഗികളാകുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞു വീശുമ്പോൾ ലോകം തരുന്ന സമാധാനം അപ്രത്യക്ഷമാകും. എന്നാൽ എത്ര വലിയ കഷ്ടതയുടെ കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞ് വീശിയാലും യേശു തരുന്ന സമാധാനം ഒരിക്കലും നമ്മിൽ നിന്നും നഷ്ടമാവുകയില്ല. സ്നേഹിതർ നിന്ദിച്ചാലും, ഉത്തരവാദപ്പെട്ടവർ തള്ളിപ്പറഞ്ഞാലും, കരുണ കാണിക്കേണ്ടവർ നമ്മെ തെറ്റിദ്ധരിച്ചാലും നമുക്ക് യേശു തരുന്ന സമാധാനം നഷ്ടമാവുകയില്ല. അതാണ് ലോകം തരുന്ന സമാധാനത്തിൻ്റെയും യേശു തരുന്ന സമാധാനത്തിൻ്റെയും പ്രത്യേകതകൾ. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിസന്ധി നേരിട്ടു. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്തിരുന്നില്ല എങ്കിലും എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഒടുവിൽ അല്പം ആശ്വാസത്തിനായി പ്രായമായ എൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ വിവരം പറഞ്ഞപ്പോൾ ആ പിതാവും എന്നെ കുറ്റപ്പെടുത്തി. ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും എനിക്ക് ഹൃദയവേദന ഉണ്ടായില്ല. എന്നാൽ ആ പിതാവ് തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളത്ര സ്നേഹിതരായിരുന്നു എന്നതാണ് അതിന് കാരണം.
ഇനി എന്തു ചെയ്യും യേശുവേ എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്ന ഉടനെ യേശു എനിക്കൊരു പാട്ട് ഹൃദയത്തിൽ തന്നു. അതിപ്രകാരമാണ്: ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും വിടക്കെന്നെണ്ണി തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്ത് ചേർത്തിടുമേ. ഈ പാട്ട് മനസ്സിൽ ഒരു പ്രാവശ്യം ഞാൻ പാടി. അതിനുശേഷം ആ പിതാവിൻ്റെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. കാരണം ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ ഞാൻ നിറഞ്ഞിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സമാധാനം അന്വേഷിച്ച് പിന്തുടരുവിനെന്ന് 34-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുമെന്ന് യാക്കോബ് 3-ാം അധ്യായം 12-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്താതെ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എല്ലാവരോടും ക്ഷമിച്ചും കരുണ കാണിച്ചും നാം ജീവിച്ചാൽ സാത്താന് നമ്മുടെ ഹൃദയത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. കാരണം ആ ഹൃദയത്തിൽ യേശു വസിക്കുന്നതാണ് അതിന് കാരണം. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നിരാശയോ വ്യസനമോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ നമ്മിൽ വരുവാൻ യേശു സമ്മതിക്കുകയില്ല. അവൻ പ്രത്യാശയും ദൈവിക സമാധാനവും സന്തോഷവും തരുന്നവനാണ്. ഒരിക്കൽ പറഞ്ഞ സംഭവം കേൾക്കാത്തവർക്കായി ഇവിടെ പ്രസ്താവിക്കുകയാണ്. ചിക്കാഗോയിൽ പ്രമുഖ ബിസിനസ്സുകാരനായിരുന്ന H.G. സ്പാഫോർഡിൻ്റെ എല്ലാ സമ്പത്തും 1873 ചിക്കാഗോ തീപിടുത്തത്തിൽ നഷ്ടമായി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യവേ അവർ യാത്ര ചെയ്തിരുന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് 226 പേർ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷപ്പെട്ടെങ്കിലും 4 മക്കളും കടലിൽ മുങ്ങി മരിച്ചു. ഭാര്യയെ കാണുന്നതിനായി മറ്റൊരു കപ്പലിൽ സ്പാഫോർഡ് പിന്നാലെ യാത്ര ചെയ്ത് വരികയായിരുന്നു. അപകടം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ സഹയാത്രികർ സ്പാഫോർഡിനോട് ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. വലിയ ഹൃദയവേദന അദ്ദേഹത്തിനുണ്ടായെങ്കിലും ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനം ഹൃദയത്തിൽ നിറഞ്ഞു. കപ്പലിലെ തൻ്റെ മുറിയിൽ മടങ്ങി എത്തിയ സ്പാഫോർഡ് ദൈവം നൽകിയ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഗാനശകലങ്ങളായി കുറിച്ചു വെച്ചു. വെൻ പീസ് ലേക്ക് എ റിവർ എന്ന് തുടങ്ങുന്ന ആ ഗാനം പിന്നീട് കോടാനുകോടി ജനങ്ങളെ ആശ്വസിപ്പിച്ചു. നീരുറവ പോൽ സമാധാനമോ അലമാല പോൽ ദുഃഖമോ എന്തെന്ന് വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ എല്ലാം എൻ നന്മയ്ക്കായി എന്നായിരുന്നു ആ പാട്ട്. സാമ്പത്തിക നഷ്ടമോ കുടുംബത്തിനുണ്ടായ ദുരന്തമോ സ്പാഫോർഡിനെ തകർത്തില്ല. ദൈവമുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ച അദ്ദേഹത്തെ യേശുവിൻ്റെ ദിവ്യസമാധാനത്താൽ യേശു നിറച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സ്പാഫോർഡിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. ദൈവത്തോട് സമാധാനമായിരിക്കുവാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. അപ്പോൾ നമ്മെ നിരാശയിലും പ്രതികൂലങ്ങളിലും ആക്കുവാൻ ശ്രമിക്കുന്ന പ്രശ്നക്കാരുടെ പ്രമാണിയായ സാത്താൻ പ്രതിസന്ധിയിലാവുകയും നാം ദൈവിക സമാധാനത്താൽ നിറയപ്പെടുകയും നിത്യജീവന് അവകാശികളായി തീരുകയും ചെയ്യും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങയുടെ ദിവ്യസമാധാനത്താൽ അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.